ടി ജി സാർ നമസ്കാരം. നമസ്തേ. ഇന്ന് എനിക്ക് ടി ജിയോട് കുറച്ച് ദിവസമായിട്ട് സംസാരിക്കണം തോന്നിയൊരു വിഷയം, ഈ സി പി എമ്മിൻ്റെ അന്ത്യം ഏതാണ്ട് പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സി പി എം ഇന്ത്യയിലെ 10-20 അവശേഷിക്കുന്ന 20ഓളം കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളിൽ താരതമ്യേന സ്ട്രോങ് ആയിട്ട് 3 സംസ്ഥാനങ്ങളിലെങ്കിലും പിടിച്ചു നിന്ന ഭരിച്ച ഒരു പാർട്ടിയാണ്. അവസാനത്തെ തുരുത്തായിരുന്നു കേരളം കൂടി അതിൻ്റെ ഏതാണ്ട് ഗതി നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി. ലോക്സഭയിലെ ട്രെൻഡ് വേറെയല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സമ്പൂർണ്ണമായി അപ്രസക്തമാക്കിയിട്ട് ആളുകൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിനേക്കാളും വലിയ തിരിച്ചടി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് എല്ലാ തരത്തിലുള്ള സാമൂഹ്യ ചലനങ്ങളും പ്രതികരണങ്ങളും കാണിക്കുന്നുണ്ട്. സി പി എമ്മിനകത്ത് തന്നെ വലിയ കലാപം തുടങ്ങുന്നു. ഇടതുപക്ഷ മുന്നണിയിൽ വലിയ ഒച്ചപ്പാടുകൾ തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് വളരെ സ്ട്രെയിറ്റായ സത്യസന്ധനായ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ ഒരു സംഘ പ്രവർത്തകനാണ്. എന്നാൽ ഇന്ന് കേരളം ഇന്ത്യയും ഒക്കെ ശ്രദ്ധിക്കുന്ന മാധ്യമപ്രവർത്തകരിൽ അല്ലെങ്കിൽ മാധ്യമരംഗത്തെ സജീവ ശബ്ദങ്ങളിൽ ഒന്നുമാണ് ടി ജിയുടേത്. അതുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നന്മകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഗുണപരമായ അംശങ്ങൾ എന്നേക്കുമായി കേരളത്തിൻ്റെ പൊളിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ സിനാരിയോയിൽ നിന്ന് നഷ്ടമാകുന്നതിനെ സത്യസന്ധമായി എങ്ങനെ കാണുന്നു? അത് നഷ്ടമാകാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു മിഥ്യയായിരുന്നു. ഒരു കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റ് നന്മ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നില്ല. കുറേ നല്ല മനുഷ്യർ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന പോലെ ഇൻഡിവിജ്വലി നല്ല മനുഷ്യർ ആ പാർട്ടിയിലും ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വലായിട്ടെടുത്തു അവർ പോലും കളക്റ്റീവായിട്ട് പാർട്ടിയുടെ സകല കൊളരുതായ്മയ്ക്കും കൂട്ടുനിന്നു. എൻ്റെ വിലയിരുത്തലിൽ EMS സർക്കാർ ചെയ്തതിൻ്റെ അവിടം വരെയൊന്നും പിണറായി വിജയൻ എത്തിയിട്ടില്ല. ചെയ്ത അക്രമത്തിൻ്റെ ദോഷത്തിൻ്റെ. അതെ, സാറ് നോക്ക്, 57 EMS സർക്കാർ എത്ര വെടിവെപ്പ് നടത്തി? പിണറായി വിജയൻ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു, അല്ലാതെ സാധാരണക്കാരെ വെടിവെച്ചിട്ടില്ല ഇതുവരെ. 2ാം തവണയാണ് പിണറായി ഭരിക്കുന്നത്, സാധാരണക്കാരെ വെടിവെച്ചിട്ടില്ല. EMS എത്ര തവണ വെടിവെച്ചു? ചന്ദനത്തോപ്പ് തൊട്ട് വിമോചന സമരം വരെ. EMS ആദ്യം വെടിവെച്ചത് തൊഴിലാളികളുടെ നേർക്കായിരുന്നു. ചന്ദനത്തോപ്പിൽ 2 തൊഴിലാളികളാണ് മരിച്ചത്, മലയാളിയൊന്നുമല്ല. അത്രയും വലിയ ക്രൂരത കാണിച്ച ആൾക്കാരാണ്. അഴിമതിയുടെ കാര്യത്തിൽ മോശമൊന്നുമല്ല. അന്ന് അഴിമതി നിരോധന നിയമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആന്ധ്ര അരി കുംഭകോണം PT രാമൻ നായരെ കൊണ്ട്, ജസ്റ്റിസ് PT രാമൻ നായരെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അതിൽ അഴിമതി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് രാമൻ നായർ റിപ്പോർട്ട് കൊടുത്തത്. പക്ഷേ മന്ത്രിസഭ ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. പ്രൈവറ്റ് കേസൊന്നും കൊടുക്കാൻ പാടില്ല. ഇപ്പം ഈ മിനിഞ്ഞാന്നുണ്ടായ പിള്ളേരൊക്കെ ഉണ്ടല്ലോ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ, അവർക്ക് ഇന്ന് കാണുന്ന ഈ നിയമവും സംവിധാനവും ഒക്കെ പണ്ടും ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇൻഡിവിജ്വലായ പാർട്ടികൾക്ക് അതീതമായി ഇൻഡിവിജ്വലായ നന്മകളെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒബ്സർവർ എന്ന നിലയ്ക്ക് ഞാൻ ടി ജിയോട് ചോദിക്കട്ടെ, MN ഗോവിന്ദൻ നായർ അഴിമതിക്കാരനായിരുന്നു എന്ന് ടി ജിയെ പോലെ ഒരു മുതിർന്ന സാമൂഹ്യ നിരീക്ഷകന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയോ കാലം പ്രവർത്തിച്ച EMS ആണ് പറഞ്ഞത് അഴിമതിക്കാരൻ. അതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ ഈ എന്നേക്കാൾ കൂടുതൽ ഉള്ള രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് EMS. MN ഗോവിന്ദൻ നായരാണ് ആദ്യം കേരളത്തിൽ മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്നത്. MN ഗോവിന്ദൻ നായരെ ഒന്ന് തള്ളി മാറ്റിയിട്ടാണ് EMS കയറി മുഖ്യമന്ത്രി ആവുന്നത്. ആ മുപ്പളമ ആവില്ലേ ആ ആരോപണത്തിൻ്റെ പിന്നിലും? അതും ആകാം. പക്ഷേ ഐ ഡോണ്ട് നോ, ബിക്കോസ് EMS നോസ് മച്ച് മോർ അബൌട്ട് MN ദാൻ മീ. അപ്പോൾ അത്രയും കൂടെ കിടന്നവനല്ലേ പനി അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ രാത്രി ഇദ്ദേഹത്തിന് പനി വരാറുണ്ടോ എന്നുള്ളത് കൂടെ കിടക്കുന്ന EMS പറയുന്നു പനി വരാറുണ്ട്, വന്നിട്ടുണ്ട്, കാലിലൊരു മന്തുണ്ട് എന്നും കൂടെ പറയുന്നു. ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് EMSനെ വിശ്വസിക്കുകയല്ലാതെ വേറെ വഴിയില്ല. യെസ്, ഓക്കെ. അതിനുശേഷം അഴിമതിയുടെ കാര്യത്തിൽ അത് ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ എടുക്കാം നമുക്ക്. കമ്മ്യൂണിസ്റ്റുകാർ ഇതപര്യന്തമുള്ള ഭരണത്തിൽ പലതരത്തിൽ കൂട്ടുകെട്ടൊക്കെ മാറി മറിഞ്ഞെങ്കിലും അത് EMS ആയാലും പിന്നീട് അച്യുതമേനോനായാലും പിന്നീട് വന്ന എല്ലാ മുഖ്യമന്ത്രിമാരും PKV, നായനാർ, VS, പിണറായി വിജയൻ, അങ്ങനെ ആ പരമ്പരയിൽ എടുക്കുമ്പോൾ
അഴിമതിയുടെ അളവിൽ ഇപ്പോൾ ടി ജി ആദ്യം പറഞ്ഞത് EMS കാണിച്ചതിടത്തോളം പിണറായി വിജയൻ എത്തിയിട്ടില്ല. സാറ് നോക്കൂ, EMS ഒരു കൃഷ്ണസ്വാമിയെ കൃഷി വകുപ്പിൻ്റെ അഡ്വൈസറായിട്ട് വയ്ക്കുന്നു. ഓർമ്മയുണ്ട്. ഈ കൃഷ്ണസ്വാമിയുടെ ആസ്ഥാനം മദ്രാസാണ്. മദ്രാസാണ് ആസ്ഥാനം. ശരി. അവിടുന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വരും. വന്നു കഴിഞ്ഞാൽ ജില്ലാ കളക്ടർ, ചീഫ് സെക്രട്ടറി അവരെ ഇവരെയൊക്കെ വിളിപ്പിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എന്തോ ഇൻ്റർനാഷണൽ ആളാണെന്നാണ് EMS പറയുന്നത്. ശരിയാണ്, ഇൻ്റർനാഷണലി എന്തോ പേപ്പർ അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത വലിയ പാർട്ടിയാണ്. പക്ഷേ ഈ കൃഷ്ണസ്വാമിയെ നെഹ്റു സർക്കാർ പിരിച്ചുവിടുകയായിരുന്നു സർവീസിൽ നിന്ന് അഴിമതിക്ക് വേണ്ടി. അഴിമതി കാര്യത്തിൽ പിരിച്ചുവിടപ്പെട്ട ആളാണ് കൃഷ്ണസ്വാമി. അദ്ദേഹമായിരുന്നു അദ്ദേഹമാണ് EMSൻ്റെ അഡ്വൈസർ. പിണറായി വിജയന് അഡ്വൈസേഴ്സിനെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ സെൻറ്റർ മദ്രാസല്ല, ദൈവം സഹായിച്ച് തിരുവനന്തപുരമാണ്. മദ്രാസിൽ നിന്ന് ഇവിടെ വരാനുള്ള ഇത്, പിന്നെ ഇവിടുത്തെ കാറ്, താമസം, സംഗതി, ഗസ്റ്റ് ഹൗസ്, ഇതെല്ലാം കൃഷ്ണസ്വാമിക്ക് ഫ്രീ ആയിരുന്നു. എന്തുകൊണ്ടായിരുന്നു എന്നുള്ള നിയമസഭയിലെ ചോദ്യത്തിന് EMS ഉത്തരം കൊടുത്തില്ല. ഇത് ഇദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ട ആളാണോ എന്ന് EMSനോട് ചോദിക്കുന്നു. അത്തരം കാര്യങ്ങൾ താങ്കൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി എന്നാണ് EMSൻ്റെ ഉത്തരം. കാരണം ഇദ്ദേഹത്തെ പിരിച്ചുവിടുന്നതിന് പകരം ഇദ്ദേഹം റിക്വസ്റ്റ് കൊടുത്തു കേന്ദ്ര സർക്കാർ. അന്ന് KM മുൻഷിയാണ് കൃഷി വകുപ്പ് നോക്കുന്നത് കേന്ദ്ര സർക്കാർ. KM മുൻഷി വലിയ ഗാന്ധിയനും സാമാന്യ പ്യൂരിറ്റിയൊക്കെ ഉള്ളതാണ്. അദ്ദേഹം പറഞ്ഞു നത്തിങ് ഡൂയിങ് ഇവന്. അപ്പോൾ അയാൾ ഇവിടെ കോടതിയിലൊക്കെ പോയി ജയിച്ചൊക്കെ വന്നു. ഇയാൾ കോടതിയിൽ ജയിച്ചതൊന്നും പോരാ. ഐ കനോട്ട് ടോളറേറ്റ് ദിസ് മാൻ, സെൻഡ് ഹിം ഔട്ട്. അവസാനം മറ്റ് ബ്യൂറോക്രാറ്റ്സും നെഹ്റു ഒക്കെ ഇടപെട്ട് പറഞ്ഞു അയാൾക്ക് രാജിവെച്ച് പോകാനുള്ള ഒരു അനുവാദം കൊടുക്കണം. പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അയാൾ വഴിയാധാരമായി പോകും. 10 പൈസ സാധാരണ കിട്ടുന്ന കോമ്പൻസേഷൻ പോലും കിട്ടില്ല. ഒടുവിൽ KM മുൻഷി അതിന് വഴങ്ങിയിട്ട് ഇദ്ദേഹത്തെ രാജിവെക്കാൻ അനുവദിച്ചു. ഇതാണ് കൃഷ്ണസ്വാമി. ആ കൃഷ്ണസ്വാമി എടുത്തു വെച്ച ആളാണ് EMS. അതുമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഇങ്ങേര് വെച്ച 3-4 അഡ്വൈസേഴ്സ് ഒന്നും വലിയ കാര്യമില്ല. ലോകബാങ്കിൻ്റെയും കോർപ്പറേറ്റ് അഡ്വൈസർമാരൊന്നും ഇത്തരക്കാരല്ല. അന്ന് EMS കൃഷ്ണസ്വാമിക്ക് കൊടുത്തത് എന്തോ 1100 രൂപ ശമ്പളമാണ്. ഇന്നിങ്ങനെ 1,10,000 അല്ലെങ്കിൽ 11 ലക്ഷമോ അഡ്വൈസേഴ്സിന് കൊടുക്കുന്നു. ഈ മണിയുടെ വാല്യൂ കുറയും തോറും കൊടുക്കുന്ന എമൗണ്ട് കൂടുതല. ഇത്രയൊക്കെ ഈ പിണറായി വിജയൻ ചെയ്ത് ഇപ്പോഴും EMSൻ്റെ ഒപ്പമൊന്നും പിണറായി, ഞാനതുകൊണ്ടാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് നന്മ എന്ന് പറഞ്ഞൊരു നന്മയില്ല, സമ്പൂർണ്ണ തിന്മയാണ്. അതിനകത്തും കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവരെ ഇവർ കമ്മ്യൂണിസ്റ്റ് ആക്കിയിട്ടുണ്ട്. മാക്സിം ഗോർക്കിയെ ലെനിൻ നാട് കടത്തിയതാണ്. മാക്സിം ഗോർക്കി ഇപ്പോൾ എന്നോടൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു ഞാൻ മാക്സിം ഗോർക്കിയെ വായിച്ചാണ് കമ്മ്യൂണിസ്റ്റ് ആയത്, മാനവികത എന്താണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു മോനെ അങ്ങനെ ലെനിനെ പഠിച്ച് നാടുവിട്ട കൃഷിയാണ് മാക്സിം ഗോർക്കി. പിന്നെ സ്റ്റാലിൻ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പാക്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ച് റഷ്യയിൽ വരികയൊക്കെ ചെയ്തു. അത് പറയുമ്പോഴാണ് ഇവരൊക്കെ ഹ്യൂമനിസ്റ്റുകളാണ്. അല്ല, ഈ ബിംബങ്ങളുടെ ഒരു അവിശ്വാസ്യത. ഇപ്പൊ ചെഗുവേര പോലും ബൊളീവിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെഗുവേരക്കെതിരായിരുന്നുവല്ലോ. ആയിരുന്നു. ആരും ചെഗുവേര ഇവരൊക്കെ ഊതി വീർപ്പിച്ചതല്ലാതെ വേറെ എന്താ? വേർത്ത പെണ്ണുങ്ങളെയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് മഹാഭാവിയെ ഇവരെടുത്ത് തലയിൽ വെച്ചിട്ടുള്ള ചെറുപ്പക്കാർ മുഴുവൻ അയാൾ എന്തോ മഹാത്മാഗാന്ധി കഴിഞ്ഞ അടുത്ത ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്തൊരു കഷ്ടം. കമ്മ്യൂണിസ്റ്റ് സദാചാരമില്ല, കമ്മ്യൂണിസ്റ്റ് നന്മയില്ല, കമ്മ്യൂണിസ്റ്റ് ദുരാചാരമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് തിന്മയും. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി. വ്യക്തികളെ അപ്പോഴും ടി ജിയുടെ എല്ലാ നിരീക്ഷണങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇസങ്ങളെ, പ്രത്യയശാസ്ത്രങ്ങളെ, എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ, സംഘടനകളെ ഒക്കെ ആശയപരമായി തള്ളിപ്പറയുമ്പോഴും അതിനകത്തെ വ്യക്തികളെ സൂക്ഷ്മമായിട്ട് അറിയുമ്പോൾ അംഗീകരിക്കാറുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം കൂടി EMSനെ കുറിച്ച്. EMS അങ്ങനെയാണെങ്കിൽ EMS അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിച്ചിട്ടുണ്ട്, കൂടെ നിർത്തിയിട്ടുണ്ടാവും. അഴിമതിക്കാരായ മന്ത്രിസഭാംഗങ്ങളെ ചോദ്യം ചെയ്യുകയും പുറത്താക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോഴും വ്യക്തിപരമായി EMS അഴിമതിക്കാരനായിരുന്നു എന്ന് ടി ജി കരുതുന്നുണ്ടോ? വ്യക്തിപരമായ അഴിമതി എങ്ങനെ അറിയാൻ പറ്റും സാർ? ഞാനിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ PT രാമൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ മണി വാസ് എക്സ്ചേഞ്ച് അത് സമ്മതിക്കുന്നു. PT രാമൻ നായർ കൃത്യമായിട്ട് ഇവർ ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങിച്ചു. അത് അൺടൈംലി ആയിരുന്നു. അരിക്ഷാമം ഉള്ളപ്പോൾ ആണ് ഇവർ അരി വാങ്ങാൻ ആലോചിച്ച് പിടിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അരി അയച്ചു കൊടുത്തു. ഇവിടെ അരി വില സ്റ്റേബിളായി, വലിയ ക്ഷാമം എന്ന് പറയാനൊന്നുമില്ല. അപ്പോഴാണ് ഇവർ ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങുന്നത്. ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങുന്നതിന് ഇടനിലക്കാരനായിട്ട് തമിഴ്നാടുകാരനായ ഒരു ഏജൻറ്റുണ്ട്. ആ ഏജൻറ്റ് വഴിയാണ് ഈ
ആന്ധ്രയിൽ നിന്ന് ഇറക്കുമതി നടത്തിയത്. ഈ ഏജൻറ്റ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ. ഇതിൻ്റെ പൈസ പോയത്, അതും പി ടി രാമൻ നായർ എഴുതി, ഇതിൻ്റെ പൈസ ആന്ധ്രയിൽ നിന്ന് വാങ്ങാൻ കാര്യം എന്താ? തമിഴ്നാട്ടിൽ നിന്നും അരി വാങ്ങാം, കർണാടകത്തിൽ നിന്നും വാങ്ങാം. ആന്ധ്രയിൽ നിന്ന് വാങ്ങാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആന്ധ്രയിൽ അന്ന് തെരഞ്ഞെടുപ്പിന് കുറേയധികം കാശ് പാർട്ടിക്ക് ചിലവായി, അതിൻ്റെ കടം തീർക്കാനുണ്ട്. അതുകൊണ്ട് ആന്ധ്രയിൽ നിന്ന് വാങ്ങിച്ചു, കമ്മ്യൂണിസ്റ്റുകാരനായ ഏജൻറ്റിനെ വെച്ചു, അയാൾ കൃത്യമായിട്ട് ഈ കടം കൊടുക്കാനുള്ളത് കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ കമ്മീഷൻ അടിച്ചു, എന്ത് ചെയ്തു എന്നുള്ളത് അറിയില്ല. കോടതിയിലോട്ട് ഈ സാധനം പോയില്ല, കാരണം സർക്കാർ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് ഏർപ്പാടില്ല. പ്രതിപക്ഷം കുറേ ബഹളം വയ്ക്കും, അടങ്ങും. ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇതിൽ പേഴ്സണലി അദ്ദേഹം കറപ്റ്റായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാറ് കറപ്റ്റായ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? അവരുടെ സിമ്പിൾ വേഷമായിരിക്കും, ഒരു ഒറ്റമുണ്ടും സിമ്പിൾ സ്ലാക്ക് ഷർട്ടുമായിരിക്കും. ഞാനിത് പറയാൻ കാര്യം, കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാർ നിരോധനം വലിയ കേസായി വന്നില്ല. കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കപിൽ സിബൽ വാദിക്കാൻ വന്നിരിക്കുന്നു ഉമ്മൻചാണ്ടിക്ക് വേണ്ടി, ബാർ നിരോധിച്ച് ശരിയാണെന്ന് പറയാം. ശരിയല്ല എന്ന് പറയാനായിട്ട് ഇന്ദിരാ ജയസിംഗ് വന്നിരിക്കുന്നു. കേരള ഹൈക്കോടതിയിൽ 11 സീനിയർ വക്കീലന്മാരുണ്ട്, രാംകുമാർ സാറടക്കം. ഒരു കാഴ്ചയാണല്ലോ. അന്ന് ഞാനും കോടതിയിൽ പോയി, കച്ച് ഭരാഹുവ കോർട്ട് നിറഞ്ഞ്. ഞാനിത് നിറയും അറിയാവുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ ചെന്ന് പുറകിലത്തെ ബെഞ്ചിൽ ഇരുന്നു. വക്കീലന്മാർക്ക് വേണമെങ്കിൽ മുമ്പിലത്തെ ബെഞ്ചിൽ, പക്ഷേ ഒരുപാട് വക്കീലന്മാരുണ്ട്. അപ്പോൾ അവർക്കുള്ള സ്പേസിൽ ഞാൻ കയറി വക്കീലാണെന്നൊക്കെ പറഞ്ഞ് എളിയുന്നത് ശരി, ഞാൻ പുറകിലിരുന്നു. ഒരു 7 or 8 ബാർ ഉടമസ്ഥന്മാർ വന്നിരുന്നു, സാധാരണ മനുഷ്യർ. ഒരു വെള്ളമുണ്ട്, മിക്കവാറും ഒരു വെളുത്ത സ്ലാക്ക് ഷർട്ട്, ബനിയൻ പോലുമില്ല, സർവ്വസാധാരണക്കാരായ മനുഷ്യർ. അവരാണ് ബാർ മുതലാളിമാർ. യു കനോട്ട് സി EMS ഒരു മുണ്ടും ഷർട്ടുമായിട്ടാണ് നടന്നത്. കാര്യം ശരിയാണ്. അതുകൊണ്ട് അഴിമതിക്കാരൻ ഈ ലളിതമായ വസ്ത്രം ധരിച്ചു എന്ന് വിചാരിച്ചൊന്നും ആള് മലബാറിലെ വലിയ അബ്കാരികൾ, ആ നിരീക്ഷണം കറക്റ്റാന്ന് തോന്നുന്നു. വലിയ അബ്കാരികൾ പാറക്കോട്ടിൽ കുടുംബമാണ്, ഓർമ്മയുണ്ടാവും. പാറക്കോട്ടിൽ ഉണ്ണിയേട്ടൻ, കുമാരേട്ടൻ, ഈ പറഞ്ഞല്ലോ ഗാന്ധിയന്മാരാണ്. ഒക്കെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വളരെ ലളിതമാണ്. ഒരു കാര്യം കൂടി നമുക്ക് ടോപ്പിക്കിലേക്ക് ഇല്ല എനിക്കറിയാം ശരിയാണ്. എനിക്ക് അറിയാവുന്ന 2 എക്സാമ്പിൾ ടി ജി കൂടുതൽ അറിയാമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് തിന്മയായി ഇപ്പോൾ ടേബിൾ നമുക്ക് ചെയ്യാവുന്ന, പട്ടികപ്പെടുത്താവുന്ന ഒന്ന് ഇപ്പോൾ എടുത്താൽ അഴിമതിയാണ്, അക്രമമാണ്, സ്വജനപക്ഷപാതം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, കമ്മ്യൂണിസ്റ്റ് തിന്മ എന്നുള്ള പാർട്ടിൽ കാര്യമായൊരു മാറ്റം വന്നില്ല. ടി ജി പറയുന്നതനുസരിച്ച് കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ്. അത് EMSനോളം ചെല്ലൂല ബാക്കിയുള്ളത് എന്നാണ് ടി ജിയുടെ നിരീക്ഷണം. അത് ഞാൻ മാറ്റി തീർച്ചയായിട്ടും അവിടെ. സെക്കൻഡ് പാർട്ട്, കമ്മ്യൂണിസ്റ്റ് നന്മ എന്ന പേരിൽ വലിയ തോതിൽ തീർച്ചയായിട്ടും ചരിത്രത്തിലുടനീളം പറയപ്പെടുന്ന ചില വാക്കുകളുണ്ട്. അതിനെക്കുറിച്ച് ടി ജിയുടെ കമൻറ്റാണ് എനിക്ക് വേണ്ടത്. ഒന്ന്, ജന്മിത്വം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് തൊട്ട് ഭൂപരിഷ്കരണം വരെയുള്ള ഏതാണ്ട് 57 ഗൗരിയമ്മ ആരംഭിച്ച് 71 അച്യുതമേനോൻ പൂർത്തിയാക്കുകയാണ്. 2 മുന്നണിയിലായിരുന്നെങ്കിലും 71 ജനുവരി 1 സമ്പൂർണ്ണ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നത്. ഭൂപരിഷ്കരണം എന്ന ഒരു സാമൂഹ്യ പരിഷ്കരണത്തെ, അടിസ്ഥാന നിയമനിർമ്മാണത്തെ ടി ജി എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തോടൊപ്പം സഞ്ചരിച്ച ഒരാളെ നൽകുക? കേരളത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ 56 തൊട്ട് ഉള്ള കേരളത്തിൽ ഫൂളിഷ് പേരെടുക്കാൻ വേണ്ടി ചെയ്തതാണ്. കേരളത്തിൽ നടത്തിയ ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു 20 ഇരട്ടി ഭൂമി വിനോബ ഭാവെ കൊടുത്തിട്ടുണ്ട്. അല്ല, അതുകൊണ്ട് ഇതിനെ നമ്മൾ ചെറുതായിട്ട് കാണാം. അല്ല, ഒരു കശവിഷയമില്ലാതെ, ഒരു തുള്ളിച്ചോര ചിന്താതെ, സമരമില്ലാതെ കേസിൽ ഇവിടെ പിന്നെ എന്തിനായിരുന്നു ഈ ബഹളം? പക്ഷെ നടപ്പാക്കണ്ടേ ടി ജി? നിയമം നടപ്പാക്കണ്ടേ? ഇത് നിയമമില്ലാതെ തന്നെ വിനോബ ഭാവെ നടപ്പിലാക്കി. ഇപ്പോൾ എനിക്ക് 20 ഏക്കർ ഭൂമിയുണ്ട്. മിച്ച ഭൂമിയിൽ നിന്ന് ഒരു 5 ഏക്കർ 10 ഏക്കർ എനിക്ക് സ്പെയർ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു 5 ഏക്കർ സാറിന് തരുന്നു സന്തോഷത്തോടെ. ഒരു നിയമവുമില്ല, ഞാനങ്ങ് എഴുതി തരികയാണ്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു, ഞാൻ AP അഹമ്മദിൻ്റെ പേരിൽ 5 ഏക്കർ എഴുതി തരുന്നു, ഫിനിഷ്. നമ്മൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. ബട്ട് ഇവിടെ ഈ പിണക്കം ഉണ്ടാക്കിയത് എന്തിനാണ്? എന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സാറ് ആലോചിച്ച് നോക്ക്, തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് തന്നെ കുടിയൊഴിപ്പിക്കൽ നിരോധിച്ചിരുന്നു. പിന്നെ 57 EMS വന്നപ്പോൾ ഗൗരിയമ്മ ഒരിക്കൽ കൂടെ കുടിയൊഴിപ്പിക്കൽ, അത് നേരത്തെ മുതലുണ്ട്, ആരെയും കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല, കേരളം മുഴുവനാക്കി. ശരി, ഈ ചെയ്ത കാര്യം പിന്നെയും ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഒരു 10 സെൻറ്റ് നിയമം വന്നു. ഗ്രാമങ്ങളിൽ 10 സെൻറ്റ് കുടികിടപ്പ് അവകാശം. ഇത് ചെയ്തതെന്താ?
എൻ്റെ സ്ഥലം എടുത്തിട്ട് സാറിന് തരികയാണ്, പൊതുസ്ഥലമല്ല, അല്ല സർക്കാർ ഭൂമിയല്ല, അല്ല അല്ല തീർച്ചയായിട്ടും അല്ല. എന്തുകൊണ്ടാണ് റോബിൻ പീറ്റർ ടു പേ പോൾ ഇതാ ചെയ്തത്? സർക്കാർ ഭൂമി എന്തുകൊണ്ട് കൊടുത്തില്ല? ഇനി മിച്ച ഭൂമിയായിട്ട് നിങ്ങൾ പിടിച്ചെടുത്തു, ആ ഭൂമി നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു, അതും ചെയ്തില്ല. അല്ല അപ്പോൾ ഞാൻ പറയട്ടെ, 30 സെൻറ്റുള്ള ഒരാളിൻ്റെ 10 സെൻറ്റ് എടുത്തിട്ട് കുടിയെടുപ്പുകാരനെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൊടുത്താൽ ബാക്കി 20 ഇയാൾക്കുള്ളൂ. ഇയാളെങ്ങനെ ജീവിക്കും? അതിനെപ്പറ്റി ആരെങ്കിലും ആലോചിച്ചോ? ആരും ആലോചിച്ചു. പക്ഷേ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ജന്മിമാരോടല്ലേ അധികം അല്ലേ? അധികമല്ല, നിങ്ങൾ ആരാണോ നിങ്ങളുടെ കുടികിടപ്പുകാർ, കോർപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് 10 സെൻറ്റ് ഉണ്ടെങ്കിൽ ആ 10 സെൻറ്റിൽ 3 സെൻറ്റ് ഇയാൾക്ക് കൊടുക്കണം, ബാക്കി 7 സെൻറ്റ് ആവും നിങ്ങൾക്ക്. നിയമം കൊണ്ടുവന്നു അങ്ങനെ ത്രൂ ഔട്ട്. 1971 69 ഈ നിയമം കൊണ്ടുവന്നു. CPM ആണ് കൊണ്ടുവന്നത്. അത് കോടതിയിൽ പരാജയപ്പെട്ടു, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട്. ഈ പഴുതടച്ചിട്ട് അച്യുതമേനോൻ സർക്കാരാണ് നടപ്പാക്കിയത്. ബില്ല് പാസ്സാക്കിയത് നടപ്പാക്കിയത് അച്യുതമേനോൻ സർക്കാരാണ്. ഇത് പറയാൻ നിർഭാഗ്യവശാൽ CPIക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല കേട്ടോ. അവരത് CPMനെ തന്നെ വിട്ടു. കാരണം CPM ഒരു പരിപാടി ചെയ്തു. ഈ ബില്ലൊക്കെ പാസ്സായി വരുന്നതിന് മുമ്പ് 1970 ജാനുവരി 1 തൊട്ട് അവർ വളച്ച് കെട്ടാൻ തുടങ്ങി. 10 സെൻറ്റ് വെച്ച് ഗ്രാമപ്രദേശത്തെല്ലാം വളച്ച് കെട്ടി. അച്യുതമേനോൻ ഇത് ബില്ല് വെച്ച് താമസിപ്പിക്കുകയാണ്, കള്ളനാണ്, കാവടയാണ് എന്ന് പറഞ്ഞിട്ട് അവരുടേതാക്കി മാറ്റാൻ വേണ്ടി, അച്ചീവ്മെൻറ്റ് അവരുടെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു. ഭീകരമായ പ്രചരണം അഴിച്ചു വിട്ടു. ഇന്നും ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ CPMഉം CPIയും തല്ലാൻ വരും. മാത്രമല്ല CPIക്കാരോട് പറഞ്ഞു ഞാൻ തോറ്റു, കോൺഗ്രസിനോട് പറഞ്ഞു ഞാൻ. ഇക്കഴിഞ്ഞ കൊല്ലം അപ്പോൾ അത് 71 ഭൂപരിഷ്കരണം പൂർത്തിയാകുന്നത്. 2021 അതിൻ്റെ 51-ാം വാർഷികം, 50-ാം വാർഷികം, ഭൂപരിഷ്കരണത്തിൻ്റെ സമ്പൂർണ്ണമായതിൻ്റെ 50-ാം വാർഷികം ആചരിക്കുമ്പോൾ അച്യുതമേനോൻ്റെ പേര് പിണറായി വിജയൻ പരാമർശിച്ചില്ല. എന്നിട്ട് പോലും CPIക്കാർക്ക് പ്രതിഷേധം ഉണ്ടായില്ല. അതൊക്കെ CPIക്കാർക്ക് അവർക്ക് പേടിയാണ് ഇത് പറയുന്നത്. കോൺഗ്രസ്സുകാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പിന്താങ്ങി നിർത്തിയ അച്യുതമേനോൻ സർക്കാരാണ് ഭൂപരിഷ്കരണം കൊണ്ടുവന്നത്. നിങ്ങളുടെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന R ശങ്കറാണ് പാട്ടം വാര നിയമം കൊണ്ടുവരുന്നത്. നിങ്ങൾ പിന്തുണച്ച പട്ടംതാണ പിള്ളയാണ് കണ്ടിന്യൂറ്റി കൊണ്ടുവരുന്നത് ഈ ഭൂപരിഷ്കരണത്തിൻ്റെ. ഇതൊന്നും അവകാശപ്പെടാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. നിങ്ങൾ കംപ്ലീറ്റ് CPMന് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊരു പരമ്പരയാണ്. BJPക്കാർക്ക് പിന്നെ ഏതപ്പാ കോതമംഗലെന്നും പറഞ്ഞാണ് അവരിയ്ക്കുന്നത്. അവർക്ക് ഇതൊന്നും ഭൂപരിഷ്കരണത്തിനെതിരായി TG പറഞ്ഞ പോയിന്റ്സിൻ്റെ വേറെ പല കോണുകളിൽ നിന്നും വന്ന പ്രധാനപ്പെട്ട കാര്യം പ്ലാന്റേഴ്സിനെ തൊട്ടില്ല. തോട്ടം ഭൂമിയിൽ തൊട്ടതേ ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മുതലാളിമാർക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ഭൂപരിഷ്കരണം വരുന്നത് കേട്ടതോടെ 15 ഏക്കറിൽ കൂടുതൽ ഭൂമി സ്വന്തമാക്കി വെക്കാൻ പാടില്ല എന്ന് കണ്ടപ്പോൾ പ്ലാന്റർമാരൊക്കെ 12, 13, 14 ഏക്കർ വീതം വെച്ച് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായി. സാർ ഇതിൽ ഒറ്റ കാര്യം മതി ഇത് തട്ടിപ്പാണെന്ന് അറിയാനായിട്ട്. ഈ ഭൂപരിഷ്കരണമൊക്കെ വരുന്നതിന് മുമ്പ് VR കൃഷ്ണയ്യർ സ്വന്തം ഭൂമി ഭാര്യയുടെ പേരിൽ ഒരു ട്രസ്റ്റാക്കി ആ ട്രസ്റ്റിൻ്റെ പേരിൽ എഴുതി വെച്ചു. ഞാൻ കേട്ടു. VR കൃഷ്ണയ്യർ നിയമം. ഇതേ ആരോപണം EMSനെതിരെ. ആരോപണമൊന്നുമല്ല, വസ്തുത അതാണ്. ആണല്ലേ? പിന്നെ അതെ ഞാൻ പറയുന്നത് അതങ്ങനെ ചെയ്തു. ഇതേ P ഗോവിന്ദപിള്ളയുടെ ഫാമിലി ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ പുല്ലുവഴി ഇത് വളരെ കൃത്യമായിട്ട് ഉന്നയിച്ചു. ഇതേപോലെ ഇത് EMSനെതിരെ ഇതേ ആരോപണം ഉന്നയിച്ചു. ആരോപണം മീൻസ് സത്യബോധ്യം കൊണ്ടായിരിക്കുമല്ലോ ഉന്നയിച്ചത്. ഞങ്ങളുടെയൊക്കെ ഗുരു MGS പ്രൊഫസർ MGS നാരായണൻ അതിൻ്റെ രജിസ്റ്റർ ചെയ്ത രേഖകൾ ഹാജരാക്കി. സാർ അതാണല്ലോ MGS EMSഉം ഒരു കാലത്തും ഒത്തുപോകാത്തതിൻ്റെ കാര്യം. രേഖകൾ പുറത്തു കൊണ്ടുവന്നു. ഈ ഭൂപരിഷ്കരണത്തിനെതിരെ ഒരുപാട് പോയിന്റ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വ്യവസായ പുരോഗതിയെ, കാർഷിക പുരോഗതിയെ, ഭക്ഷ്യ പുരോഗതിയെ ഒക്കെ ബാധിച്ചു എന്നൊക്കെയുള്ള ആരോപണമുണ്ട്. സ്റ്റിൽ അവസാനമായി ഞാൻ ഒരു ഹ്യൂമനിസ്റ്റ് എന്ന നിലയിൽ ഞാൻ TGയോട് ചോദിക്കുന്നത്, ഒറ്റ രാത്രി കൊണ്ട് 27 ലക്ഷം മനുഷ്യർക്ക് 1957 ഏപ്രിൽ 12 റെഫർ ചെയ്യുന്നത് അവരൊറ്റ ഓർഡിനൻസ് കൊണ്ട് 27 ലക്ഷം മനുഷ്യർക്ക് ഒരു തുണ്ട് ഭൂമിയുടെ അവകാശം അന്ന് വരെ ഇല്ലാതിരുന്ന മനുഷ്യർക്ക് അവർ ജന്മികളായി തീരുകയും അവർ ഭൂമിയുടെ ഉടമകളായി തീരുകയും ചെയ്ത ഒരു സാംസ്കാരിക വിപ്ലവം എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ അടിസ്ഥാന വർഗത്തെ ഉന്നമനത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടില്ലേ? ഇല്ല. ഒറ്റ രാത്രി കൊണ്ട് അവർ ഉടമസ്ഥരുമായിട്ടില്ല. കാരണം അവരതിനു മുമ്പ് തന്നെ ഉടമസ്ഥരായിരുന്നു. അതെങ്ങനെ സാർ? എനിക്കറിയാവുന്ന ധാരാളം പേരുണ്ട്. 12ഉം 13ഉം സെൻറ്റായിരുന്നു അവർ വേലി കെട്ടി അവിടെ വേലി കെട്ടാൻ ഇവരവസരം കൊടുത്തതല്ലേ? അതെ. കാരണം ഉടമകളല്ലല്ലോ. അന്നത്തെ സമ്പ്രദായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അയാൾക്ക് ഭൂമിയില്ല, അപ്പം ഞാനിവിടെ താമസിച്ചോട്ടെ, താമസിച്ചു ഒരു കാവലുമാകും.
ഒരാളവിടെ ആയില്ല, കള്ളന്മാരും അവർ കയറിപ്പോൾ ഇയാൾ താമസിക്കും. ഇയാൾക്ക് സൗകര്യമുള്ള അത്രയും വെച്ച് ഒരു വേലിയൊക്കെ കെട്ടി വീടുമൊക്കെ വെച്ച് അങ്ങനെ താമസിക്കുകയാണ്. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഹിസ് കോമ്പൗണ്ട്. ഈ നിയമം വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? ലീഗൽ ഓണറായി. പക്ഷേ വേലി പൊളിച്ചിട്ട് 10 സെൻറ്റിലേക്ക് മാറ്റേണ്ടി ചുരുക്കി. അതിൽ കൂടുതൽ 5 സെൻറ്റ് കിട്ടുന്നവരുടെ കാര്യം ആലോചിച്ച് നോക്ക്. 5 സെൻറ്റായി. കോർപ്പറേഷനിൽ 3 സെൻറ്റ് കിട്ടിയവരോ 3 സെൻറ്റിൽ ഒതുങ്ങി. മറ്റത് മൊത്തം 10 സെൻറ്റ് ഉണ്ടായിരുന്നു, അതിൽ 2 പേരായിട്ടാണ് ഇവർ താമസിക്കുന്നത്. ഭൂമി ഒരാളുടെയാണ്, ബട്ട് നിങ്ങൾക്ക് സ്ഥലം ഉപയോഗിക്കാമായിരുന്നു. നൗ യു കനോട്ട്. യഥാർത്ഥ കർഷകർക്ക് അർഹിക്കുന്നത് പോലും കിട്ടിയില്ല എന്ന് വെച്ചാൽ ഈ അർഹിക്കുന്നത് എത്രയാണ് അതിനൊരു കണക്കൊന്നുമില്ല. എൻ്റെ അർഹത എത്രയാണെന്ന് ഞാനങ്ങ് തരും. എനിക്കൊരു 15 ഏക്കർ ഭൂമി കിട്ടിയാൽ കൊള്ളാം. അർഹതയൊക്കെ വിടുക. ഇവരുടെ നിയമം അനുസരിച്ച് ഇവർ ചെയ്തത് റോബിങ് പീറ്റർ ടു പേ പോൾ. അതാണ്. ഇവരുടെ കയ്യിൽ ഭൂമി ഉണ്ടായിരുന്നു. ആരാന്റെ ഭൂമി എടുത്ത് ആരാന് കൊടുത്തു. അതെ, അതാ ചെയ്തത്. സർക്കാർ ഭൂമിയല്ല കൊടുത്തത്. അല്ല, എനിക്ക് വളരെ എളുപ്പം എനിക്കൊരു നിയമം പാസ്സാക്കാമല്ലോ. അഹമ്മദിൻ്റെ ഭൂമി എടുത്തിട്ട് ജോസഫിന് കൊടുക്കുമെന്ന് പറഞ്ഞ് നിയമം പാസ്സാക്കി. ഞാൻ വലിയ മഹാൻ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അഹമ്മദിനെ കൊള്ളയടിച്ചിട്ട് ജോസഫിനും കൊടുത്തു. ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ ഒരു പ്രവൃത്തിയാകും? എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ചയിൽ നമുക്ക് പരമ്പരയായിട്ട് തുടരാം. കമ്മ്യൂണിസ്റ്റ് നന്മ ഒരു മിഥ്യ എന്ന് സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ ഈ പരമ്പര നമ്മൾ ഇനിയും തുടരും. നന്ദി ടി ജി.